Hi everyone, welcome back to Cake and Flakes. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഒരു കിഡിലനും ടേസ്റ്റുമായിട്ടുള്ള ഒരു റഷ്യൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന ഒരു കേക്കും കൂടെയാണ് ഹണി കേക്ക്. So let's start with our ingredients. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആദ്യമായിട്ട് വേണ്ടത് 140 grams ഓഫ് ബ്രൗൺ ഷുഗർ, പിന്നെ ഒരു 70 grams ഓഫ് ഹണി, പിന്നെ 100 grams ഓഫ് അൺസോൾട്ടഡ് ബട്ടർ, പിന്നെ ഒരു 3 egg, ഒരു 5 grams ഓഫ് ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 450 grams ഓഫ് ഫ്ലോർ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ബ്രൗൺ ഷുഗറിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 3 eggs ആഡ് ചെയ്യാൻ പോവാണ്. ഒരു എഗ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 100 grams അൺസോൾട്ടഡ് ബട്ടറും അതുപോലെ നമ്മൾ 70 grams ഹണിയും ഒരുമിച്ച് മെൽറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ബട്ടറും ഹണിയും കൂടെ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ ബേക്കിംഗ് സോഡ 5 gram ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇട്ട് വെച്ചേക്കുന്ന ബട്ടറും അതുപോലെ തന്നെ ഹണിയും ബേക്കിംഗ് സോഡയും മിക്സ് നമുക്ക് ഈ എഗ് മിക്സിലോട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്യാം. ഇപ്പം നമ്മൾ എഗ് മിക്സും ബട്ടർ മിക്സും കൂടെ നന്നായിട്ട് വിസ്ക് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഇതിലോട്ട് നമ്മുടെ ഫ്ലോർ മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് നീഡ് ചെയ്യണം. അപ്പം നമുക്ക് ഇനി ഇത് ഒന്നും കൂടെ കുഴച്ചെടുക്കണം. അപ്പോൾ അതൊരു ഷീറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇത്തിരി ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലോർ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ നമുക്ക് നീഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നീഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ 8 ഈക്വൽ പാർട്സ് ആക്കണം. പിന്നെ നമ്മൾ ഓരോ പീസസ് ആയിട്ട് പരത്തിയെടുക്കണം. പരത്തിയെടുക്കാനായിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് നമ്മൾ ഡോ പ്ലേസ് ചെയ്യുക. ഒരു റോളർ വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ റോൾ ചെയ്യുമ്പോൾ അതിൻ്റെ മേലായിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടെ നമ്മൾ ഇടണം. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് കിട്ടാനും പിന്നെ സ്റ്റിക്കിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് 7 ഇഞ്ചിൻ്റെ പാൻ ആണ്. അപ്പം നമുക്കത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഒരു ഷേപ്പ് കിട്ടാനായിട്ട്. ഇനി നമ്മൾ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യണം. ഇതുപോലെ നമ്മളുടെ ബാക്കിയുള്ള 7 പീസസ് ഇതുപോലെ റോൾ ചെയ്ത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ 180 സെറ്റ് ചെയ്യാം. ബേക്കിംഗ് ഫംഗ്ഷൻ ബേക്കിൽ തന്നെ ഒരു 10 minutes പ്രീ ഹീറ്റ് ചെയ്യാം. പരത്തി കഴിഞ്ഞതിന് ശേഷം ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് കൊച്ചു കൊച്ചു ഹോളുകൾ ഇടണം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രീം താഴോട്ട് സിങ്ക് ആയി പോകാനായിട്ടാണ്. അപ്പം നമ്മൾ പ്രീ ഹീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ ലെയർ ആയിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ടെമ്പറേച്ചർ 160 സെറ്റ് ചെയ്യാം. ബേക്കിംഗ് ഫംഗ്ഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. 5 minutes ആണ് ബേക്കിംഗ് ടൈം.
അപ്പം നമ്മൾ ബേക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ 8 ലെയറും ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രോസ്റ്റിങ്ങിന് ആവശ്യമായ ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നോർമൽ ക്രീം അല്ല ഇതിന് യൂസ് ചെയ്യണം, നമ്മൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു 100 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 100 ഗ്രാം വിപ്പിംഗ് ക്രീം, 100 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക്, അതുപോലെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, അതുപോലെ തന്നെ 150 ഗ്രാംസ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട്. ഈ ക്രീം ചീസിനകത്ത് നമ്മൾ സോർ ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോർ ക്രീം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആദ്യം നോക്കാം. ഇപ്പം നമ്മൾ സോർ ക്രീം ഉണ്ടാക്കാനായിട്ട് 150 ഗ്രാം വിപ്പിംഗ് ക്രീം എടുത്തു വെച്ചിരുന്നു. അതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ ലെമൺ ഒഴിക്കുക, ലെമൺ ജ്യൂസ്. എന്നിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ അത് തിക്കായിട്ട് വരും. അപ്പം നമ്മൾ സോർ ക്രീം റെഡിയായി. അപ്പം നെക്സ്റ്റ് നമുക്ക് 100 ഗ്രാംസ് വിപ്പിംഗ് ക്രീം എടുത്തു വെച്ചത് ബീറ്ററിലിട്ട് ബീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ബീറ്റ് ചെയ്ത് വെച്ച സോർ ക്രീമിലോട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. വിസ്ക് വെച്ച് നന്നായിട്ട് വിസ്ക് ചെയ്യാം. നെക്സ്റ്റ് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ക്രീം ചീസ് 100 ഗ്രാം ക്രീം ചീസ് ആഡ് ചെയ്യാണ്. നന്നായിട്ട് വിസ്ക് ചെയ്യാം. ഇതിലോട്ട് നമ്മളുടെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാണ്. ഇതിലോട്ട് നമ്മളൊരു 1 ടീസ്പൂൺ വാനില എസൻസ്, അപ്പോൾ നമ്മൾ ഹണി കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങിന് ആവശ്യമായ ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യണത് 10 ഇഞ്ചിൻ്റെ ബേസാണ്. ആദ്യം നമ്മളുടെ പാലറ്റ് നൈഫ് യൂസ് ചെയ്ത് കുറച്ച് ക്രീം എടുത്ത് സെൻറ്ററിൽ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ലെയർ പ്ലേസ് ചെയ്യുക. വീണ്ടും നമ്മുടെ ക്രീം പാലറ്റ് നൈഫ് വെച്ച് എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. അടുത്ത ലെയറും പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഹണി കേക്കിൻ്റെ ഐസിങ് കഴിഞ്ഞേക്കാണ്. പിന്നെ ഈ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബേക്കിങ്ങിൻ്റെ ടൈമിൽ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ എക്സസ് പോർഷൻ കൂടെ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കണം. അപ്പോൾ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഹണി പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെറുതായിട്ടൊരു ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പൗഡർ ചെയ്ത എക്സസ് വന്ന കേക്കിൻ്റെ പൗഡർ നമുക്ക് മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹണി കേക്കിലെ ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോ റോൾ ചെയ്യുമ്പോൾ ബട്ടർ പേപ്പർ ഇട്ടായിരുന്നു. അപ്പോൾ ഇനി ബട്ടർ പേപ്പർ ഇട്ടിട്ടും സ്റ്റിക്കിങ് വരികയാണെങ്കിൽ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഹണി കേക്ക് റെഡി ആക്കുകയാണ്. അപ്പോൾ നോർമൽ കേക്കിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.